പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിലുണ്ട്. എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവകൃപ ഏറ്റെടുക്കുന്ന, ദൈവത്തിൻ്റെ കരുണ ഏറ്റെടുക്കുന്ന സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ദിവ്യകാരുണ്യം നമുക്കായി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന ഈശോ നമ്മുടെ പക്കലേക്ക് വന്നിരിക്കുന്നു. നമുക്ക് ഈ ദൈവത്തിൽ സ്നേഹം കാണാം, കാരുണ്യം കാണാം, കരുതൽ കാണാം. ആ ഒരു ബോധ്യത്തോടെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സ്വന്തമാകാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നതിനെ ഓർത്ത് ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് അല്പസമയം നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്നേഹത്തോടെ ഞങ്ങളുടെ പക്കലേക്ക് അവിടുന്ന് എഴുന്നള്ളി വന്നതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ജീവിത പ്രശ്നങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി വരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ മേൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, കുടുംബാംഗങ്ങളുടെ മേൽ, നമ്മളിവിടെ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരുണ കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം കർത്താവ് നിറവേറ്റി തരുവാനും ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സംസ്ഥാനങ്ങളിൽ ഇരിക്കാം. ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം നിശ്ചയമായും ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ള കരുണ തരും, സ്നേഹം തരും. നമ്മെ ദൈവം എത്രമാത്രം കരുതുന്നു എന്നുള്ള ബോധ്യം കർത്താവ് തരും. അതൊക്കെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ഈ തെളിവ് അന്വേഷിക്കുന്നവരാണ്. അതുപോലെ തന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവ് നമ്മളെപ്പോഴും അന്വേഷിക്കും. ദൈവം കാരുണ്യവാനാണെങ്കിൽ അതിന് തെളിവ് നമ്മൾ അന്വേഷിക്കും. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം സ്നേഹമാണെന്നും കാരുണ്യവാനാണെന്നും തെളിയിക്കുന്ന ഇഷ്ടം പോലെ കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനമെടുത്താൽ അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം വെറുതെ വാക്കുകൊണ്ട് പറയല്ല ചെയ്ത്, വാക്കുകളിൽ അവൻ്റെ സ്നേഹം ഒതുക്കിയല്ല ചെയ്ത്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, പല മനുഷ്യരും വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് അതൊന്നും നിറവേറ്റിയില്ല. വലിയ വർത്തമാനം പറയും, പക്ഷെ അതനുസരിച്ചൊന്നും അവർ പ്രവർത്തിക്കുന്നില്ലായിരിക്കാം. ദൈവത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കാണുകയാണ്, ദൈവത്തിന് ഇതിനേക്കാൾ വലുതായിട്ട് ഒന്നില്ലായിരുന്നു. തൻ്റെ ഏകജാതനായ യേശു ക്രിസ്തു ആ മകനെ നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കാൻ ദൈവം കൊടുത്ത വിലയാണ് തൻ്റെ ഏകജാതൻ. റോമാലേഖനം 5-ാം അധ്യായം 7-8 വചനങ്ങൾ എടുക്കുമ്പോൾ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണെന്നുള്ള മറ്റൊരു തെളിവ് അവിടെ കാണാൻ പറ്റും. യേശുവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ
സ്വജീവൻ കൂട്ടുകാർക്ക് പോലും കൊടുക്കാനായിട്ട് റെഡിയായെന്ന് വരില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ വളരെ വേണ്ടപ്പെട്ടവർ ഭയങ്കര സൗഹൃദത്തിലായിരുന്നെങ്കിലും അവർ മരിക്കാൻ കിടക്കുമ്പോഴത്തേക്കും ഇതിന് പകരം ഞാൻ മരിച്ചോളാം എന്ന് പറയുന്നത് വളരെ റെയറാണ്. സ്വജീവൻ, എൻ്റെ ജീവൻ പോയാലും വേണ്ടിയില്ല, നിനക്ക് ജീവൻ ഉണ്ടാകണം, നീ ജീവിച്ചിരിക്കണം, അങ്ങനെയൊക്കെ പറയാൻ ഒത്തിരി പേരെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ കാണുകയാണ് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കി. ദൈവം സ്നേഹമാണെന്ന് തെളിയിച്ച രംഗങ്ങളാണ്. ദൈവം സ്നേഹമാണെന്ന് പറയാനുള്ള തെളിവുകൾ വചനത്തിലുണ്ട്. അതാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇതുപോലെ തന്നെ ദൈവം കാരുണ്യവാനാണ്. ദൈവകരുണയുടെ വ്യാപ്തി, അതിൻ്റെ ചില തെളിവുകൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിലേതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, ദൈവം സൃഷ്ടാവായ ദൈവമാണ്. നമുക്ക് ഈ സൃഷ്ടിയിലേക്ക് നോക്കിയാൽ, സൃഷ്ടവസ്തുക്കളിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് മനുഷ്യന് വേണ്ടി, ആ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പും പിമ്പും എല്ലാം ദൈവം പലതും സൃഷ്ടിച്ചു. മാലാഖമാര് പോലും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഇനി അങ്ങനെ മനുഷ്യന്, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് ആവശ്യമായതെല്ലാം ദൈവം തന്നെ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഭൂമിയിലെ ജീവജാലങ്ങൾ, സസ്യജാലങ്ങൾ, ഇതെല്ലാം മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചത്. അത് തന്നെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ, മനുഷ്യരോടുള്ള, ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. ഉൽപ്പത്തി 1-ാം അധ്യായം 26-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. മൃഗങ്ങളെ സൃഷ്ടിച്ചതുപോലെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതായിരുന്നു, ആ കരുണയുടെ വ്യാപ്തി, ഇതെല്ലാമാണ് ഈ ഒരു വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വചനമെടുത്താൽ മറ്റൊരു കാര്യം അവിടെ കാണുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അനശ്വരതയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ അവനെ നിർമ്മിച്ചു. ഈ പ്രിവിലേജ് മനുഷ്യനായിട്ട് നഷ്ടമാക്കിയതാണ്. പാപത്തിലേക്ക് വീണപ്പോഴാണ് ഈ ഒരു സൗഭാഗ്യം അവന് നഷ്ടപ്പെട്ടത്. എന്നിട്ട് നമ്മൾ കാണുകയാണ്, ആ പിതാവായ ദൈവം സ്വപുത്രനെ അയച്ച് മനുഷ്യകുലത്തെ വീണ്ടെടുക്കാൻ, അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് ഈ വചനങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ, ദൈവം ദൈവ ജനത്തെ വിളിച്ചിരിക്കുന്നത് ദൈവമക്കളെന്നാണ്. മക്കളായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെയെല്ലാം ദൈവം എത്രമാത്രം നമ്മളെക്കുറിച്ച് കരുതുന്നുണ്ട്, എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ് എന്നുള്ളത് ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം നമ്മൾ പറയാറുള്ളതാണ്, ഇവിടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം രക്ഷകനായ ദൈവമാണ്. യേശുക്രിസ്തുവിലൂടെ, യേശുവിനെ നമ്മൾ വിളിക്കുന്ന അതാണ്, രക്ഷിക്കുന്ന ദൈവം. ക്രിസ്തു എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദൈവം, അതാണ് യേശുക്രിസ്തു. അപ്പോൾ നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. അതും കരുണയുടെ സൂചനയല്ലേ? ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയിട്ടല്ലേ അങ്ങനെ ഒരു കാര്യത്തിന് മുമ്പോട്ട് വന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വചനമെടുത്താൽ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പാപം അറിയാത്ത ദൈവം പലരും നോക്കി യേശുവിൽ ഒരു പാപം കണ്ടെത്താൻ, യേശുവിൽ ഒരു കുറ്റം കണ്ടെത്താൻ പലരും പല രീതിയിൽ പരിശ്രമിച്ചു. പക്ഷെ അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അവരുടെ പരിശ്രമം വിഫലമായി. അതാണ് നമ്മൾ ദൈവവചനത്തിൽ കാണുക. പാപമറിയാത്തവൻ, അവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. എന്തിനാ? നമ്മെ പാപത്തിൽ നിന്ന്
പാപത്തിൻ്റെ ആ ഒരു കെടുതിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ. അതും ദൈവത്തിൻ്റെ കരുണയുടെ സൂചനയല്ലേ എന്നുള്ളത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വരില്ല. യാക്കോസ്ലിയ 4-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. റോമ 5:7 വചനം, നാം ശത്രുക്കളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി. പറയുന്നുണ്ട്, ശത്രുക്കളെ പോലും നേടിയെടുക്കുന്ന, രക്ഷിക്കുന്ന ആ ഒരു സ്നേഹമാണ് യേശുവിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുക. ക്രിസ്ത്യാനികളായി നമ്മെ ദൈവം വിളിച്ചിരിക്കുന്ന അതിലേക്കാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതിൽ എന്ത് കാര്യം? ഇതല്ലേ യേശു പഠിപ്പിച്ചത്. യേശു പഠിപ്പിച്ചത് ശത്രുക്കളെ പോലും സ്നേഹിച്ച് രക്ഷിക്കുന്ന ആ ഒരു സ്നേഹം. നാം പാപികളായിരിക്കെ നാം ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറിയപ്പോഴും നമ്മെ രക്ഷിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന യേശുവിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷത്തിലും നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതായിരുന്നു സ്വപുത്രനെ നൽകിയതിൽ. അപ്പം അങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന, രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് പിതാവിലും പുത്രനിലും നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഇനി ഈ ദൈവത്തിലെ 3-ാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ദൈവം പരിപാലകൻ. ഇതാരിലൂടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ രക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും നമ്മെ നയിക്കുന്നതും. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 11-12 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ നാമത്തിൽ നിലകൊള്ളുമ്പോൾ നിനക്ക് വേണ്ടതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടും. നീ എന്ത് പറയണം, നീ എന്ത് ചെയ്യണം, ഏത് വഴിക്ക് നീങ്ങണം, ഇതെല്ലാം നിനക്ക് നൽകപ്പെടും. നമ്മളെ നാവിഗേഷൻ വെച്ച് പോകുമ്പോൾ നാവിഗേഷൻ പറഞ്ഞു തരും എവിടെയാണ് റൈറ്റ് തിരിയേണ്ടത്, ലെഫ്റ്റ് തിരിയേണ്ടത്, സ്ട്രെയിറ്റ് പോകേണ്ടത്, സകലമായ കാര്യങ്ങൾ പറയും. അതനുസരിച്ച് പോകുന്നവർക്ക് ലക്ഷ്യത്തിലെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ കേട്ട് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാർഗഭ്രംശം സംഭവിക്കില്ല, നമ്മൾ ലക്ഷ്യത്തിലെത്തിയിരിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവർ, നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവിനെ സ്വതന്ത്രമായിട്ട് അല്പസമയം സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.